ഇതിനിടയ്ക്ക് താനെവിടെ പോയിരുന്നു? ഞാൻ ഈ കെട്ടിടത്തിന്റെ മുകളിലും ചുറ്റിനും ഒക്കെ പെട്രോൾ ഒഴിക്കുകയായിരുന്നു. അപ്പുറത്ത് പുഴയാണ്, അടുത്തെങ്ങും വീടുകളുമില്ല. നീയൊക്കെ ഇവിടെ കിടന്ന് നിലവിളിച്ചാൽ പോലും ആരും കേൾക്കില്ല. എന്റെ മുമ്പ് രണ്ട് വഴികളേ ഉള്ളൂ. ഒന്ന്, എന്റെ ഫാക്ടറി തുടങ്ങാൻ ആവശ്യമായ ഈ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഒപ്പിട്ട് തരിക, അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഈ കെട്ടിടവും ഇവിടെ കത്തിച്ചാമ്പലാവും. തമിഴ്നാട്ടിൽ തകരമടിച്ച തല്ലിപ്പൊളി ഷെഡുകളിൽ ആയിരക്കണക്കിന് ചെറുകിട ഫാക്ടറികൾ പ്രവർത്തിക്കുന്നു, ഒരു കുഴപ്പമില്ലാതെ. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും എത്രയോ വീടുകളുടെ ടെറസിൽ പോലും ഉണ്ട് ചെറിയ ചെറിയ യൂണിറ്റുകൾ. ഈ നാട്ടിൽ മാത്രം നിങ്ങളെപ്പോലുള്ള ദ്രോഹികൾ കാരണം ആർക്കും ഒരു സ്ഥാപനം തുടങ്ങാൻ സാധിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ട്, തൊഴിലാളികൾ, അസംസ്കൃത വസ്തുക്കൾ, പണം മുടക്കാൻ ആൾക്കാർ. എന്നിട്ടും നമ്മുടെ നാട് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. എന്തുകൊണ്ട്? നിങ്ങൾ കാരണം, നിങ്ങളുടെ നിഷേധാത്മക സമീപനം കാരണം. ദ്രോഹികൾ, റാസ്കൽസ്, 100 പ്രശ്നങ്ങൾ പറഞ്ഞ് എന്റെ ഈ ഫാക്ടറി തുടങ്ങുന്നത് തടസ്സപ്പെടുത്തിയിരുന്ന നിങ്ങൾ 25,000 50,000 ഒക്കെ ഞാൻ കൈക്കൂലി തരാമെന്ന് പറഞ്ഞപ്പോ എന്റെ പുറകെ പട്ടികളെ പോലെ വാലാട്ടി വന്നു അല്ലേ? 5 രൂപയില്ല എന്റെ കയ്യിൽ. മനസ്സിലായോ? ഒപ്പിടാ, ഒപ്പിടാ. ഒപ്പിടുന്നോ അതോ ഇവിടെ കിടന്ന് കത്തിച്ചാമ്പലാവണോ?